വണ്ടി പണിയെടുക്കാൻ നോക്കി കേട്ടോ. വണ്ടി പണിയെടുക്കാൻ പോകുന്ന സ്ഥലങ്ങളാട്ടോ. രാമക്കൽമേട് വന്നിട്ട് ആ പാറ കാണുന്നില്ല നമ്മള് മറ്റേ സൗണ്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടൊക്കെ തിരിച്ചു വരുന്ന എക്കോ പോയിന്റ് ഒക്കെ കാണുന്ന ആ പാറയുടെ യഥാർത്ഥ സ്ഥലമായി കാണുന്ന കേട്ടോ. അതിന്റെ ആ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാം. നമ്മൾ അവിടെ നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആ പാറയുടെ മേലോടെ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് നമുക്ക് കാണാം. അതിന്റെ പ്രൊവൈഡ് കേട്ടോ. ഒരു ക്ലാസ് ഡെയിലി പോകും. നിങ്ങൾ അടിവാര ക്ഷേത്രത്തിൽ കേട്ടോ. ഒരേണ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. സ്വല്പം തടി ഉണ്ടെങ്കിൽ ഇച്ചിരി പാടാവും കേട്ടോ. ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു രാമക്കൽമേട് ആമപ്പാറ യാത്ര കേട്ടോ. ഇതൊരു ഓഫ് റോഡ് യാത്രയാണ് എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡ് അല്ല കേട്ടോ. വലിയ ഓഫ് റോഡ് റേസിങ്ങിന് പോകണമെന്നൊന്നുമല്ല കേട്ടോ. അല്ലാണ്ട് ഓഫ് റോഡാണ്. അത് ശരിക്കും പറഞ്ഞാൽ രാമക്കൽമേട് നിന്ന് 7 കിലോമീറ്റർ മാറിയാണ് ഈ ആമപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് അവിടുത്തെ പ്രൈവറ്റ് നമ്മുടെ പോകുന്ന വണ്ടികളൊന്നും കയറ്റി വിടില്ല കേട്ടോ. അവിടുത്തെ പ്രത്യേകമായി അവർക്ക് കുറേ കാര്യങ്ങൾ അവിടുത്തെ RTOയും അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുത്ത കുറേ വണ്ടികളുണ്ട്. 4 വീൽ വണ്ടികൾ. ആ വണ്ടികൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. ഈ വഴി നിങ്ങൾ കണ്ടല്ലോ, ഈ പാറപ്പുറത്തൂടാണ് ഈ വണ്ടി പോണത്. ഇത് ഇപ്പോൾ ശരിക്കും ചെറുതായിട്ട് മഴ ആറുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ വോയിസ് ഉണ്ടല്ലോ, നല്ല കാറ്റാണ്. ഞങ്ങൾക്കത് ഒറിജിനൽ വോയിസ് ഇടണമെന്നുണ്ട്. പക്ഷേ ഒറിജിനൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതുപോലെ കാറ്റാണ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല ന്യായമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളങ്ങോട്ട് കിടക്കുന്നിടത്തുനിന്ന് ഇത് ഇവിടെ തൊട്ട് അങ്ങോട്ട് വണ്ടി പണിയെടുക്കാൻ തുടങ്ങി ഉണ്ടല്ലോ. ഇനി ഇടാനോ ഗിയറൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഏറ്റവും അവസാനത്തെ ഗിയറാണെന്നാണ് പറഞ്ഞത്. തമ്പുരാനറിയാം. റോഡ് കണ്ടല്ലോ, നല്ല മനോഹരമായിട്ട് നല്ല ഉഴുതു മറിച്ച് നല്ല ഞാറ് നടാവുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചേക്കുക. നല്ല കുത്തു കയറ്റുക. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആമപ്പാറ എന്ന് പറയുന്നത് ഈ മേളിൽ കാണുന്ന സ്ഥലത്താണ് ആമപ്പാറ. അവിടുന്ന് മഴയായതുകൊണ്ട് നമുക്ക് വ്യൂ പോയിൻ്റാണ്. അതായത് രാമക്കൽമേടിൻ്റെ മറുവശമുണ്ട്. നമുക്ക് രാമക്കൽമേടിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വേഴാമ്പൽ ടവർ ഇരിക്കുന്നവരൊക്കെ നമ്മൾ പോയി കണ്ടല്ലോ. ഈ രാമക്കൽമേടിൻ്റെ മറുവശമുണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് നോക്കുമ്പം ആ രാമക്കൽമേട് ആ പാറ ആ രാമക്കൽ എന്നൊരു സ്ഥലം ആ സാധനം എങ്ങനെയായിരിക്കുന്നതെന്ന് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ കാണാൻ പോകുന്ന വ്യൂ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ആമപ്പാറയിൽ ഈ വ്യൂ പോയിൻറ്റ് കണ്ടിട്ട് തിരിച്ചു വന്നിറങ്ങാമെന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ സാരഥി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. നമുക്ക് അവിടെ പോയി വേറെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കാണും. ഇത് നല്ല ആട്ടമാണ് കേട്ടോ. ഈ വൈപ്പറൊക്കെ ഞാൻ കിടണമെന്നുണ്ട്. പക്ഷേ സ്റ്റിയറിംഗിൽ നിന്ന് പിടിവിട്ട് വൈപ്പർ ഇടാൻ പോയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് പറമ്പിൽ പോകുന്നൊരു പേടിയുള്ളിട്ടാണ് പുള്ളി വൈപ്പർ ഇടാത്തത്. കണ്ടല്ലോ, ഇത് നല്ല മനോഹരമായ സ്ഥലമാണ്. പിന്നെ ഇത് മൊത്തം ഞങ്ങൾ ട്രാവൽ ഇട്ട സ്ഥലങ്ങളൊന്നും ഇട്ടിട്ടില്ല. കാരണം ഒത്തിരി ട്രാവലിംഗ് അല്ലെങ്കിൽ വണ്ടി ഓടുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരു ബോറടിക്കുമല്ലോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല വോയിസ് ആയിരുന്നു. പക്ഷേ അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. നമ്മുടെ മൈക്കിനെയും എല്ലാം ഒരു കൺട്രോളും ഇല്ലാതെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതി അതുപോലെ കാറ്റടിക്കുക. ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട്. ആ കാണുന്ന ആ രാമക്കൽമേട് അവിടോട്ടാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ വണ്ടി ഇവിടുന്ന് വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 250 മീറ്റർ 200-250 മീറ്റർ ദൂരം ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടുന്ന് അവർ നമ്മുടെ കൂട്ടത്തിൽ വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ബിബിക്കകത്ത് ഇന്നസെൻ്റ് നടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് മുണ്ട കൊണ്ടുവന്നൊരു നന്നായിട്ട് ചുറ്റിക്കിട്ടേക്കേ പോയുള്ളൂ. ഇതാ നമ്മുടെ സാരഥി കേട്ടോ, രഞ്ജിത്ത് ചേട്ടൻ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് കേട്ടോ. രാമക്കൽമേട് വന്നിട്ട് ആ പാറ കാണുന്നില്ല നമ്മൾ മറ്റേ സൗണ്ടൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടൊക്കെ തിരിച്ചു വരുന്ന എക്കോ പോയിന്റ് ഒക്കെ കാണുന്ന ആ പാറയുടെ യഥാർത്ഥ സ്ഥലമായി കാണുന്ന കേട്ടോ. അതിന്റെ ആ ഒരു സൈഡ് മൊത്തം നമുക്ക് കാണാം. നമ്മൾ അവിടെ നടന്ന് കയറി വന്നു കഴിഞ്ഞാൽ ആ പാറയുടെ മേലോടെ കുറച്ച് ദൂരമേ ഉള്ളൂ. അത് നമുക്ക് കാണാം. നമ്മൾ അവിടെ നടന്ന് കയറി വന്നത് പലരും അതിന് രാമക്കൽമേട് ആ പാറയുടെ വേണ്ടി നടന്നു കയറി വന്നിട്ടുണ്ട്. അവിടെ ആൾക്കാരുണ്ട് ഇപ്പം. പക്ഷെ അതിന്റെ എതിർ സൈഡാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ആമപ്പാറ ഓഫ് റോഡിൽ എന്ന് പറഞ്ഞു. ഇനി ആ താഴെ കാണുന്ന ഒരു ക്ഷേത്രം കേട്ടോ. ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലുള്ള ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ഇതാ കാണുന്നത്. ചെറുതായിട്ട്. അതായത് ഈ മലയാള മാസം കന്നിമാസത്തിലെ 5 ശനിയാഴ്ച മാത്രമേ അവിടെ ഉത്സവം. അത് മാത്രമേ ഉള്ളൂ. വർഷത്തിൽ 5 ശനിയാഴ്ച കന്നിമാസത്തിലെ 5 ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അല്ല, നമ്മള് ഇവിടെ കമ്പം വന്നിട്ട് കോമ്പ വന്ന് ഈ സ്ഥലത്തിന് കറക്റ്റായിട്ട് പറയുന്നത് അടിവാരം എന്ന് പറയും. ആ കോമ്പ വന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ്സുണ്ട്. ആ സമയത്ത് അവരുടെ തന്നെ ഗവൺമെന്റ് ബസ്സുണ്ട്, ഇങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട്. അതിന് കയറി അടിവാരത്താണ്. കാറ്റിന്റെ പ്രൊവൈഡ് കേട്ടോ. ഒരു ക്ലാസ് ഡെയിലി പോകും. നിങ്ങൾ അടിവാര ക്ഷേത്രത്തിൽ ചെയ്തേക്കുന്ന സോളാർ പദ്ധതി കേട്ടോ. ഫുൾ കമ്മീഷൻ ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞു. അനർട്ടം എന്നാണ് പറഞ്ഞത് കമ്പനി. സർക്കാർ നാട്ടോട് ചേർന്ന് ചെയ്തേ. അപ്പൊ നമുക്ക് മഴയ്ക്കുമ്പേ അങ്ങോട്ട് ഇറങ്ങിയാലോ. മഴ പെയ്ത് തുടങ്ങും. നമ്മൾ വന്ന വണ്ടി കേട്ടോ. എന്താ പറയുക, വണ്ടി താട്ടിറക്കിയിടണേ. മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി പോകും.
അവിടെ നമുക്ക് ഗുഹ കാണാൻ, ആമപ്പാറ ഗുഹ കാണാൻ വേണ്ടി നമ്മൾ വണ്ടി സാധനം താട്ടിറക്കിയിടും കേട്ടോ. ഓ ഭയങ്കര ഇതാട്ടോ, നമ്മൾ കയറി വന്നപ്പോൾ മഴയായി, കാറ്റായി. എന്തായാലും ഒരിക്കലെങ്കിലും വരുന്ന മനുഷ്യന്മാർ, തൻ്റെ ഇടമുള്ള മനുഷ്യന്മാർ ഒരിക്കലെങ്കിലും കയറി വരണം കേട്ടോ. തൻ്റെ ഇടം ഉണ്ടെങ്കിലേ വരാവുള്ളേ. ജാലകം ഇക്കോ പാർക്ക് ആമപ്പാറ, ഒരാൾക്ക് 25 രൂപ പാസ്സാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലാണ് ആമപ്പാറ ഗുഹയുള്ളത്. നമുക്ക് അതൊന്നും പോയി കാണാം. ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നവിടെ കയറി മഴയായി, മഞ്ഞായി, കാറ്റായി. നല്ല ഇതാണ് കേട്ടോ പാറക്കെട്ടുകൾക്കിടയിലൊക്കെ. സൂക്ഷിച്ചിറങ്ങണം കേട്ടോ, തെറ്റൊന്നും ചെയ്യരുത്. കാറ്റടിച്ചാലും കുഴപ്പമില്ല, മഞ്ഞുണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇതിനകത്തോടാണ് ഇറങ്ങി ലെഫ്റ്റ് ഇറങ്ങാം. ശരിയാണോ ഇറങ്ങുന്നത്? ആ ഈ സൈഡിൽ കൂടെ ശക്കലം ശ്രദ്ധിച്ചു ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ സൈഡിൽ ശ്രദ്ധിച്ചു വേണം കേട്ടോ. ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് പതുക്കെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഇത് നല്ല രസമുണ്ടല്ലോ. വാ, വീതിയുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വാ, സൈഡ് ചെരിഞ്ഞ് വരണമെന്നുള്ളൂ, നേരെ ഇറങ്ങാൻ ശ്രമം നടത്തരുത്. കൈ ഇങ്ങനെ മേളിൽ പിടിച്ച് കൈ ശകലം മുകളിലോട്ട് വെച്ച് ഒരേണ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. സ്വല്പം തടി ഉണ്ടെങ്കിൽ ഇച്ചിരി പാടാവും കേട്ടോ. അതിന് മറുവശത്തെത്തിയല്ലേ. കുടുങ്ങി കേസ് നമ്മുടെ ക്യാമറമാൻ. വാ, നമ്മളിങ്ങനെ നെഞ്ചായിരിക്കുന്ന പോലെ ഇരുന്ന് ആ കല്ലെ ചവിട്ടി മുന്നോട്ട് നീങ്ങും. അതിന്റെ സെൻട്രലിൽ ഒരു കല്ലുണ്ട്, അത് ചവിട്ടി ഇറങ്ങിയിട്ട് ഒലിഞ്ഞു പോയി ലാസ്റ്റ് എൻഡിൽ കടന്നു കൊടുക്കും വെളിയിലേക്ക്. ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ചോണം. ഇവർ പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് മാത്രമേ ഇതിനകത്ത് പോവുള്ളൂ, ഇല്ലെങ്കിൽ ഇതിനകത്ത് ജാമായി പോകും. എങ്ങോട്ടാ കിടക്കട്ടെ? ഒരു ശകലം വഴി തരാൻ കടന്നു പോയോ? മുന്നോട്ടിട്ട് ഇരുന്നോ? രണ്ട് സൈഡിൽ കൈ പിടിക്കും. അവിടെ കൈ പിടിക്കും. എന്നിട്ട് ഈ കല്ലെ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ നീങ്ങാ. അത് രണ്ട് സൈഡിൽ കൈ വെച്ചിട്ട് കല്ലെ ചവിട്ടിക്കാം, ഫ്രണ്ടിലോട്ട് ആ കല്ലെ ചവിട്ടിക്കാം. അങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് നോക്കിയാൽ ഇറങ്ങി പോകുന്ന. ആ കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, ഇച്ചിരി പാടാ കേട്ടോ. കണ്ടല്ലോ, ആ കാണുന്ന ചെറിയ ഗ്യാപ്പിൽ നമ്മൾ കടന്നു വന്ന കേട്ടോ. ഇച്ചിരി പാടാണേ. ചേട്ടൻ്റെ മൈക്കെന്തി പോക്കറ്റിലുണ്ടോ? അതൊന്ന് വെച്ച് പറഞ്ഞു, ഇല്ലെങ്കിൽ കാറ്റായണ്ടേ. അയ്യോ, അത് ഓഫായി പോയല്ലോ.
ആമപ്പാറ എന്ന് പറഞ്ഞാൽ കല്ലിന്റെ പൂർണ്ണ രൂപം ഇതാണ്. നമ്മുടെ സങ്കല്പത്തിൽ ഈ 2 ചെറിയ പാറ കഷ്ണങ്ങളുണ്ടല്ലോ, അത് കൈയായിട്ടും ആമയുടെ തോട് ബാക്ക് വശം ഈ ഭാഗമായിട്ട് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നാച്ചുറലായിട്ട് രാമയുടെ ഷേപ്പ്. അതെ. ചേട്ടാ ഇവിടുത്തെ ഇതും കൂടെ ഒന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ജീപ്പ് സവാരിയും കാര്യങ്ങളും. ജീപ്പ് സഫാരി എന്ന് പറയുന്നത് നമുക്ക് DTPC, അതുപോലെ മോട്ടോർ വാഹന വകുപ്പ്, റവന്യൂ, ഗ്രാമപഞ്ചായത്ത് എന്നീ ഡിപ്പാർട്ട്മെന്റ് സംയുക്തമായി നടത്തുന്ന ഒരു ജീപ്പ് സഫാരിയാണ്. 3 മാസം കൂടുമ്പോൾ വണ്ടികൾക്ക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടത്തി അനുമതി കൊടുക്കുന്ന സ്റ്റിക്കർ പതിപ്പിച്ച വണ്ടികൾക്ക് മാത്രമേ ഈ ആമപ്പാറയിലേക്ക് പ്രവേശനവും. പുറത്തുനിന്നുള്ള നമ്മുടെ പ്രൈവറ്റ് വണ്ടികളാണ് അലൗഡല്ല. ഈ സമയം എന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് സമയം. ഓക്കെ, ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് രഞ്ജിത്ത് അല്ലേ? ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. ഞങ്ങൾ സംഭവം കടലിലെ തിരഞ്ഞെടുത്ത് കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കാറ്റടിക്കണം കേട്ടോ. കാറ്റ് മാത്രം ഉണ്ടാകുന്ന കാറ്റ് മഴയും മഞ്ഞയും എല്ലാം കേട്ടോ. എന്തായാലും രാമക്കൽമേട് വന്ന ആരും ഈ വേഴാമ്പൽ ടവർ കാണാതെ പോയിട്ടുണ്ടാവില്ല. കാരണം അവിടെ നമ്മൾ ചെന്നിറങ്ങുന്ന രാമക്കൽമേട് എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഈ വേഴാമ്പൽ ടവറും നമ്മുടെ അപ്പുറത്തിരിക്കുന്ന കുറവനും കുറച്ചൊക്കെയാണ്. നല്ല ന്യായം മഴ കേട്ടോ. ഞങ്ങൾ ഈ നടക്കുന്നതിന് ഇപ്പുറത്ത് പിള്ളേർക്ക് കളിക്കാനായിട്ട് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത്. നമുക്ക് ഈ വേഴാമ്പൽ ടവറിനകത്തോടെ ഒന്ന് കയറി അതിൻ്റെ മേളിൽ കയറി ഇനി അതിൻ്റെ മേളിൽ കയറിയിട്ട് കൊള്ളാനുള്ള മഴ ഉണ്ടെങ്കിൽ ഇനി അതുകൂടെ അങ്ങ് കൊണ്ടേക്കാം. ഇനി അതിനായിട്ടൊരു കുറവ് വേണ്ട. നല്ല ഭംഗി പണിതേക്കുന്ന സാധനമൊക്കെ കേട്ടോ. പക്ഷേ ഇതെല്ലാം മൊത്തം കുത്തിയൊക്കെ വരച്ച് വല്ല പേരും ഒക്കെ എഴുതി നശിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു സംഭവം ഉണ്ടെന്ന് വൃത്തികേടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് വേണ്ടാത്തൊരു സ്ഥലമാണല്ലോ. നല്ല മനോഹരമായിട്ട് എല്ലാം കാണത്തക്ക രീതിയിൽ വേഴാമ്പലിനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ചിത്രകലകൾ ഇവിടെ നടത്തിയേക്കുന്നത് കേട്ടോ. ഉണ്ടോ? നാട്ടിലുള്ള സകല ആൾക്കാരുടെയും പേരുണ്ട്. സകല ആൾക്കാരുടെയും പേരും സകലമായ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിന് എന്തായാലും കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഒരു കുറവുമില്ല. നമ്മുടെ വേഴാമ്പലുണ്ട്. നമ്മുടെ വേഴാമ്പലിൻ്റെ ചുണ്ട് വേഴാമ്പലാണ്ടൊക്കെ എടുത്തുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ കുറവനും കുറത്തി അപ്പുറത്ത് പോയി ചേട്ടനെ എടുക്കണമെന്നുണ്ട് കേട്ടോ. ചേട്ടനൊരു കോഴിക്കുഞ്ഞിനെയും ഒരു കുഞ്ഞിനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടെ പോവും. അതുപോലെ മഴയും കാറ്റുമാണ്. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര ഒന്നും പെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല സെറ്റിലായി മഴ, നല്ല സെറ്റ് മഴയാണ്. ഒത്തിരി പിള്ളേരൊക്കെ താഴെ എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും നനഞ്ഞൊക്കെ അവിടെ ഇരിക്കുക. നമുക്കിത് താഴെ ഇറങ്ങാനില്ല. ഇവിടെ വേണ്ട, ഇത് പണിത ആൾക്കാരുടെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ എഴുതി വെച്ചേക്കണേ. KR ഹരിലാൽ. അപ്പം ഹരിലാലിനോടും നന്ദി പറഞ്ഞ് സർക്കാരിനോടും നന്ദി പറഞ്ഞ് നമ്മൾ രാമക്കൽമേട് എക്കോ ടൂറിസം പദ്ധതിയുടെ വേഴാമ്പൽ ടവറിൽ നിന്ന് പുറത്തോട്ടിറങ്ങും കേട്ടോ. ഇതാ കുറവനും കുറത്തിയുടെ ഫ്രണ്ട 2 വശം കണ്ടോ. നിറച്ച് പായലൊക്കെ പിടിച്ച കേട്ടോ നടയൊക്കെ കിടക്കുന്നത്. ഈ മഴയത്തൊക്കെ വരുവാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ കയറണം. ഇതേ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ചെറുക്കനെ കോഴി എല്ലാവരും അവർ കുടുംബസമേതം മഴയും കാറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കുക. ഇത് കുറവനും കുറത്തി. ഇവരെ അറിയാലോ അല്ലേ? ഇവരാ മറ്റേ ഇടുക്കി ഡാമിൻ്റെ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ രഞ്ജിത്ത് ചേട്ടനോടും യാത്ര പറഞ്ഞ് മഴയത്ത് നല്ല ഒന്നാന്തരം പൈനാപ്പിൾ ഉണ്ട്. നമ്മളൊരു പൈനാപ്പിളും വാങ്ങി കഴിച്ച് പതുക്കെ ബൈനോക്കുലർ ടോക്സ് ഇന്നത്തെ യാത്രയോട് അവസാനിപ്പിക്കാൻ കേട്ടോ. എല്ലാവർക്കും വീണ്ടും വരെ കാണും വരെ.